ഒരു ഉച്ചയാകാറായപ്പം അബി എനിക്ക് മെസ്സേജ് എവിടെയെങ്കിലും പോയാലോ. ഞാൻ പറയും എവിടെ? ആലപ്പുഴ ബീച്ചിൽ പോകാം. ഓക്കെ, ആലപ്പുഴ ബീച്ചിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. അവിടെ ഇറങ്ങി പകുതി വഴിയപ്പോൾ അവൾ പറഞ്ഞു അവൾ കണ്ണാടി ചെറുതായിട്ട് വളഞ്ഞു, നമുക്ക് ലെൻസ് കാർട്ടിൽ കയറി കണ്ണാടി ഒന്ന് മാറിയിട്ട് പോകണം. ഓക്കെ, അവൾ അവിടെ നിന്ന് നോക്കുന്നു, ഞാൻ അപ്പുറത്ത് നിന്ന് വേറെ കണ്ണാടി നോക്കുന്നു. വേറെ ഫാഷന്. അത് കഴിഞ്ഞ് കണ്ണാടിയെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ആലപ്പുഴ ബീച്ചിലേക്ക്. കുറേ നാൾക്ക് ശേഷം ബീച്ച് കാണാൻ ചെന്നുകൊണ്ട് ഒരു രസമൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങയും കൂടെ മേടിച്ച് അതും കഴിച്ചുകൊണ്ട് അതിൽ നടന്നു. ഒന്നിടം പറ, എവിടെ പോവാ? ബീച്ച്. എന്തിനു പോകുന്നു? സൺസെറ്റ് കാണാൻ എന്നുള്ളവർക്ക് നമുക്ക് സൺസെറ്റ് കാണാൻ പറച്ചിന് മാത്രമേ ഉള്ളായിരുന്നു. ആക്ച്വലി ഞങ്ങൾ സൺസെറ്റ് കണ്ടില്ല. അതവിടെ സമാധാനത്തോടെ ഇരുന്ന് കാണണമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷേ അത് മാത്രം നടന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വെറുതെ നടക്കുമായിരുന്നു. എനിക്ക് കുറച്ച് നേരം കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൺസെറ്റ് തീരാറായി എന്ന് എനിക്ക് മനസ്സിലായ സമയത്ത് ഒരു വീഡിയോ എല്ലാം എടുത്തേക്കാം എന്ന് വെച്ചപ്പോഴത്തേക്കിന് അതുണ്ട് കിരണനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ വീഡിയോയുടെ ഫ്രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. പിന്നെ അങ്ങോട്ട് മാറിയപ്പോഴാണ് ഈ ചേച്ചി ഈ ചലഞ്ച് ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ട്, പക്ഷേ നല്ല പണിയാണ്. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ ബജ്ജിക്കടയിൽ നിന്ന് ബജ്ജി മേടിച്ച് കഴിച്ചു. അവനെ അവിടെ ഇരുന്ന് എൻകറേജ് ചെയ്തു, പക്ഷേ ഒത്തിരി അവസാനം അവൻ സമ്മതിച്ചാണ്. പക്ഷെ ലാസ്റ്റ് അവന് പറഞ്ഞു വേണ്ട, ഇനി അടുത്ത തവണ വല്ല ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ച് ഇറങ്ങിയ സമയത്താണ് ഫുഡ് സ്പോട്ട് കണ്ടത്. ഞങ്ങൾ അവിടെ കയറി. പിന്നെ ഒരു ബബിൾ ടീ ഒക്കെ കുടിച്ചു. ഹെവി ആയിട്ട് അങ്ങോട്ട് പോകുന്ന വഴി കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 2 ബബിൾ ടീ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളതൊക്കെ ടേസ്റ്റ് ചെയ്ത് ഇറങ്ങി. ആക്ച്വലി ഇത് പ്രോബ്ലം, മമ്മി വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കില്ലെന്നാണ് പറഞ്ഞത്. ഈ വീഡിയോ കാണുമ്പോൾ മമ്മി ഞങ്ങളെ കൊല്ലും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.